ഞാൻ കഴിഞ്ഞ സെഷൻസിൽ പറഞ്ഞ പോലെ ഇതും ഓറിയൻറ്റേഷൻ സെഷൻസിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സെഷനാണ് ഇതൊരു ഫൗണ്ടേഷൻ സെഷനാണ്. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ സ്ട്രോങ് ബേസ് വേണം. കറണ്ട് അഫയേഴ്സ് കുട്ടികൾക്ക് വളരെയധികം ഡൗട്ടുള്ളൊരു ഏരിയയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത പേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് കാരണം. എന്തെങ്കിലും മനസ്സിലായോ? ഒത്തിരി സോഴ്സ് ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് വളരെ കൺഫ്യൂഷൻ. ഇത് പഠിക്കണോ ഇതെല്ലാം കൂടെ പഠിക്കണോ? ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇല്ല, ബൈജൂസിൻ്റെ IAS ഇപ്പോൾ ഇല്ല. പക്ഷേ ഞാൻ പണ്ട് എടുക്കുന്ന സ്ലൈഡ്സ് ആയതുകൊണ്ട് ഇട്ടതാണ്. വിഷൻ്റെ നോട്ട്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. IAS ബാബ, ഇൻസൈറ്റ്സ്, നമ്മുടെ വാജിറാം, ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ദൃഷ്ടി IAS. ഇപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് അഫയേഴ്സിൻ്റെ മെറ്റിൽ ഇറക്കുന്നുണ്ട്. ന്യൂസ് പേപ്പർ എത്ര എണ്ണം ഉണ്ട്? ഏത് ന്യൂസ് പേപ്പർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് കേട്ടേക്കുന്നത്? ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, ഹിന്ദു ഉണ്ട്, എക്കണോമിസ്റ്റ് ഉണ്ട്, പിന്നെ മലയാളം പത്രമുണ്ട്. എല്ലാ പത്രവും വായിക്കണം. ബിസിനസ് ടൈംസ് ഉണ്ട്, എക്കണോമിക് ടൈംസ് ഉണ്ട്. പിന്നെ മാഗസീൻസ് ആണെങ്കിൽ ഇവരുടെ എല്ലാം കറണ്ട് അഫെയർ മാഗസീൻസ് ഉണ്ട്. പോട്ടെ, EPW എന്ന് പറഞ്ഞ മാഗസീനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അഫയേഴ്സിന് കുറേ അധികം എക്സ്ട്രാ മാഗസീൻസ് ഉണ്ട്. സയൻസ് റിപ്പോർട്ടർ ഉണ്ട്. എല്ലാം പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ കൺഫ്യൂഷൻ കുട്ടികളെ അങ്ങ് കൊണ്ടുപോകും. അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു സെഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി CA എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിവിൽ സർവൻ്റ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഒരു സ്റ്റാഗ്നേറ്റഡ് ആയ പുസ്തകപ്പുഴുവിനെ അല്ല ആർക്ക് വേണ്ടത്? സിവിൽ സർവീസിന് അല്ലെങ്കിൽ UPSCക്ക് വേണ്ടത്. പിന്നെ CA സ്റ്റാറ്റിക് ലിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ്. എന്താ CA സ്റ്റാറ്റിക് ലിങ്ക്? CA സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷം എന്തെങ്കിലും ഒരു സ്റ്റാറ്റിക് ഇവൻ്റ് നടന്നു. ഓക്കെ, സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് ഈവൻറ്റ്സ് ചോദ്യം വരാം. നേരെ തിരിച്ചും വരാം. അതായത് ഈ വർഷം താജ്മഹലാണ് ചോദ്യം കറണ്ട് അഫെയറിൽ വന്നത്. അതായത് താജ്മഹലിൽ പൊല്യൂഷൻ കാരണം മാർബിളിൻ്റെ കളർ പോകുന്നു. ചോദ്യം വരാൻ പോകുന്ന ആ ഇഷ്യൂവിനെ പറ്റി ആയിരിക്കില്ല, താജ്മഹലിൻ്റെ ചരിത്രമോ ഷാജഹാനെ പറ്റിയായിരിക്കും. അപ്പോൾ ഇപ്പം നടക്കുന്ന ഒരു കറണ്ട് അഫെയറിൻ്റെ ചോദ്യം നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും വരുന്നത്? അതിൻ്റെ സ്റ്റാറ്റിക് പാർട്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ചോദ്യം വരുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചോളം UPSC ആസ്പിറൻസിന് എന്താ നിങ്ങളുടെ കറണ്ട് അഫെയർ? ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതായത് കറണ്ട് അഫെയർ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോഴാണ് സാധാരണ ആൾക്കാർ കറണ്ട് അഫെയർ എന്നൊക്കെ പറയുന്നത്, ചിലർ. ഓക്കെ, പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഒരു കാര്യം തന്നെ കുറേ തവണ ന്യൂസിൽ വന്നു. 1700 നടന്നൊരു കാര്യം, ആ കാര്യത്തെപ്പറ്റി 10 ദിവസം ന്യൂസിൽ വന്ന് നമ്മുടെ അർത്ഥം എന്താ? ആ 300 വർഷം മുമ്പ് നടന്ന സാധനം നമുക്ക് എന്താ? UPSC ആസ്പിറൻറ്റ് കറണ്ട് അഫെയറാണ്. കാരണം പത്രത്തിൽ കുറേ തവണ വന്നോ, നിങ്ങൾക്ക് എന്താണത്? കറണ്ട് അഫെയർ ആണ്. ശ്രദ്ധിക്കുക, പുതുതായിട്ട് നടക്കുന്ന ഇവൻറ്റ്സ് മാത്രമല്ല. ക്ലിയർ? പിന്നെ സ്റ്റാറ്റിക്കും കറണ്ടും ലിങ്കേജ് മനസ്സിലായല്ലോ. കറണ്ട് അഫെയറിൽ നിന്ന് ചോദ്യം വരുന്ന ആ ഇവൻറ്റോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല, അതിനെ റിലേറ്റഡ് ആയ പഴയ ആ കാര്യമായിരിക്കും ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ നമ്മുടെ ഫിലോസഫിക്കൽ ഇമ്പോർട്ടൻസ്, ഇനി പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അത് ഓരോ വർഷം കറണ്ട് അഫെയറിൽ നിന്ന് വരുന്ന ചോദ്യം. ഇത് 2015 തൊട്ട് ഉള്ളതുണ്ട്. 2023 ഗാമ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് മാറ്റി. എന്നാലും എനിക്ക് ഏകദേശം അറിയാം. ഇപ്പോൾ 2020 നമ്മുടെ കട്ട് ഓഫ് എത്രയായിരുന്നു ചോദിച്ചാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 92 മാർക്ക് കണ്ടായിരുന്നു കട്ട് ഓഫ്. 2021 എനിക്ക് തോന്നുന്നു 87 മാർക്കാണ്. ഇവിടെ 2022 88 മാർക്കാണ് കട്ട് ഓഫ്. 2023 കട്ട് ഓഫ് എനിക്ക് തോന്നുന്നത് അഗെയിൻ ദാറ്റ് വെൻ ടു 78 ആണെന്ന് എനിക്ക് തോന്നുന്നു. 78 74. ഇനി 2024 അഗെയിൻ ഇത് 87 എത്തി. 2025 എനിക്ക് തോന്നുന്നു പിന്നെ അത് 92 എത്തി. ഇത് നമ്മുടെ UPSC പ്രിലിംസിൻ്റെ കട്ട് ഓഫാണ്. അതായത് 200 മാർക്കിൽ ഇത്രയും മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് 2020 5 ക്വസ്റ്റ്യൻസോ 8 ക്വസ്റ്റ്യൻസോ എങ്ങാണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 92 16 മാർക്ക് നിങ്ങൾക്ക് എന്തിന് സ്കോർ ചെയ്യാം? കറണ്ട് അഫെയറിന് സ്കോർ ചെയ്യാം. പക്ഷേ ഈ വർഷം നോക്കിയാൽ 2021 നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 15 ക്വസ്റ്റ്യൻസോളം വന്നു. അപ്പം ഏകദേശം 30 മാർക്കോളം 87 നിങ്ങൾക്ക് കറണ്ട് അഫെയറിന് സ്കോർ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 2022 88 കട്ട് ഓഫ് എങ്കിൽ 23ഓളം ക്വസ്റ്റ്യൻ വന്നു, 22 ക്വസ്റ്റ്യൻ വന്നു, 44 മാർക്ക്. കട്ട് ഓഫിൻ്റെ പകുതി വെയിറ്റേജ് ആയി. അതുപോലെ എല്ലാ വർഷവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വരും. ഇനി ആവറേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാരണം UPSCക്ക് യുവിന് വേറൊരു അർത്ഥമുണ്ട്. നിങ്ങൾ UPSC സർക്കിൾസിൽ ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നതാണ്. UPSCയുടെ ഫുൾ ഫോം എന്താ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പം ഞങ്ങൾ ഈ U വെട്ടി എന്ത് ചെയ്യും? അൺപ്രഡിക്റ്റബിൾ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയും. കാരണം എവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കുമെന്നോ ഒരു പിടുത്തമില്ല. അതുപോലെ എന്ത് ചെയ്യും? ഒരു വർഷം ഒട്ടും ചോദിക്കാത്ത ഏരിയയിൽ നിന്ന് അടുത്ത വർഷം ചറപറാന്ന് ക്വസ്റ്റ്യൻ വരും. എന്തും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചിരിക്കും. അതാണ് അതിൻ്റെ ഒരു ക്യൂ.
അപ്പം ഞാൻ പറഞ്ഞ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 15 തൊട്ട് 20 മാർക്ക് വരെ എന്ത് വരും, 20 ക്വസ്റ്റ്യൻ വരെ കറണ്ട് അഫയർ എന്ന് വരും. ഈ കറണ്ട് അഫയർ പൂർണ്ണമായിട്ട് കറണ്ട് അഫയർ ആയിരിക്കില്ല, ചിലപ്പം ഒരു പാർട്ട് കറണ്ട് അഫയർ ഒരെണ്ണം സ്റ്റാറ്റിക് ആവും, എന്നാലൊരു 15 തൊട്ട് 20 ക്വസ്റ്റ്യൻ പോട്ടെ. നമുക്ക് ഹൈ എടുത്താലും 40 മാർക്കെങ്കിലും കിട്ടത്തില്ലേ? കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞു, അത്രയും വെയിറ്റേജ് വരും. അല്ലെങ്കിൽ കുറച്ചാൽ 30 കിട്ടത്തില്ലേ? നിങ്ങൾക്ക് ജനറൽ കട്ട് ഓഫ് ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് നോക്കിയാലും 95 മുകളിലൊന്നും പോയിട്ടില്ല. ആദ്യ കാലങ്ങളിലുണ്ട്, പക്ഷെ എന്നാലും 70 വരെയൊന്നും ഞങ്ങളുടെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അപ്പം നിങ്ങളൊരു ആവറേജ് എടുത്ത് നോക്കിക്കോ. ഇപ്പം നമുക്ക് കുറഞ്ഞ് തന്നെ പിടിക്കാം, 90 കട്ട് ഓഫ് ആണ്. താഴെയുള്ള ഒരു ലിമിറ്റ് നമ്മൾ എടുത്ത് 30 കറണ്ട് അഫയർ ആണ്. 3-1 മാർക്ക് കറണ്ട് അഫയർ വരുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയർ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇനി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ബിക്കോസ് ന്യൂമറിക്കലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? പിന്നെ കറണ്ട് അഫയറിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയറിൽ നിന്ന് മാർക്ക് കിട്ടുക പാടാണ്. കാരണം നിങ്ങൾ ഡെയിലി അതിൻ്റെ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പം കറണ്ട് അഫയർ ഇപ്പോൾ ഒരു 30 മാർക്കിന് ചോദിച്ചാൽ ഡോണ്ട് എക്സ്പെക്ട് ടു ഗെറ്റ് 30. ഞാനായിരിക്കും നിങ്ങളെ കറണ്ട് അഫയർ പഠിപ്പിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 24 കിട്ടിയാൽ ഐ വുഡ് ബി വെരി ഹാപ്പി. കാരണം സാധാ കുട്ടികൾക്ക് 15, 16, 18 ആയിരിക്കും കിട്ടും. നിങ്ങൾക്ക് ഒരു 24, 25 കിട്ടിക്കഴിഞ്ഞാൽ ഐ വുഡ് ബി ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പോൾ കറണ്ട് അഫയറിന് അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഗുണം എന്താ അറിയോ? എഗെയിൻ സ്റ്റാറ്റിക് സബ്ജക്റ്റ് എല്ലാ പിള്ളേരും പഠിക്കുമ്പോൾ ഇതെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഇത് എഡ്ജാണ്. ഒരു 2 മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ്. മെയിൻസിലും ഓബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം കറണ്ട് ഇവൻസിൽ നിന്ന് ചോദ്യം വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ന്യൂമറിക്കൽ ഇമ്പോർട്ടൻസ്. ആദ്യം ഞാൻ പറഞ്ഞത് സബ്ജക്റ്റിന് എന്താണ് ഇമ്പോർട്ടൻസ്, 2 ന്യൂമറിക്കൽ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഓക്കെ, ഇനി എന്താ പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ UPSC റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് പോവാം. ഒരു എക്സാമ്പിൾ മാത്രം കേട്ടോ. ഇത് ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങണം, ഓറിയൻറ്റേഷനുകൾ കണ്ടു തുടങ്ങണം, ബുക്കുകൾ വായിച്ചു തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് റെലവൻറ്റ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ കോടതിയുടെ വിധികൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ പൊളിറ്റിക്കൽ കേസുകളിൽ കോടതിയുടെ വിധികൾ. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിധി വന്നോ, പേഴ്സണൽ ഡിഗ്നിറ്റിയെ പറ്റി എന്തെങ്കിലും വിധി വന്നോ, ഇപ്പം വധശിക്ഷയെ പറ്റി എന്തെങ്കിലും വിധി, അത് മാറ്റണോ വേണ്ടയോ, ഇങ്ങനെ എന്ത് വിധി വന്നാലും നിങ്ങളത് പഠിക്കണം. കാരണം പോളിറ്റിയിൽ അത് ഇമ്പോർട്ടൻ്റ്. അതേസമയം ഒരു 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാകണം. ഒരു രാഷ്ട്രീയക്കാരൻ വേറൊരു രാഷ്ട്രീയക്കാരനെ അപമര്യാദയായിട്ട് സംസാരിച്ചു, അവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നം വരുന്നു, അത് പഠിക്കണോ? വേണ്ട. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ വേറൊരു രാഷ്ട്രീയക്കാരനെ പറ്റി മോശം പറഞ്ഞു, അയാൾ കൊണ്ട് കേസ് കൊടുത്തു. എന്നിട്ട് സെഡിഷൻ്റെ പേരിലാണ് കേസ് കൊടുത്തു. സെഡിഷൻ ഇപ്പം ഇല്ല. അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഡിഫമേഷൻ എന്ന് പറഞ്ഞ സംഭവം, മാനഹാനി വരുത്തുക. ആ ഡിഫമേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടി വരും. മനസ്സിലായോ? അല്ലാതെ അവർ തമ്മിൽ എന്ത് പറഞ്ഞു, അവരെന്തൊക്കെ കാണിച്ചു, ഇലക്ഷൻ സമയത്ത് എന്തൊക്കെ അവർ കാണിച്ചു, നോ നീഡ്. പക്ഷേ ഇലക്ഷൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്താണ്, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്താണ്, ഓക്കെ, ഇലക്ഷൻ കമ്മീഷണറിൻ്റെ പവർ എന്താണ്, ഇത് നമ്മൾ പഠിക്കണം. പക്ഷേ ഇലക്ഷനിൽ അവർ കാണിക്കുന്ന തിയേട്രിക്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട. അപ്പോൾ UPSC റെലവൻ്റ് ആയ സാധനങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. സ്പോർട്സ് പഠിക്കണം, ഓക്കെ, സ്പോർട്സ് പഠിക്കണം. കാരണം എന്താ അറിയാമോ, പണ്ട് നമ്മൾ വിശ്വസിക്കുമായിരുന്നു സ്പോർട്സ് ഒന്നും നോക്കണ്ട, പക്ഷേ സ്പോർട്സിൽ നിന്ന് ചോദ്യം വന്നു തുടങ്ങി. അത് സ്പോർട്സിൽ അധികം സമയം കളയണ്ട. ഈ അവാർഡ് ആരാ നൽകുന്നത്, ഈ അവാർഡ് ആർക്ക് കിട്ടി, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ PYQs എടുത്ത് നോക്കിയാൽ സ്പോർട്സിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. സ്പോർട്സിൽ നിന്ന് ചോദ്യം വരും. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്, മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞ് നമ്മുടെ PSC കുട്ടികൾ പഠിക്കുന്ന പോലെ എല്ലാ സ്പോർട്സ് എന്ന് നടന്നു, ഏത് അവാർഡ് കിട്ടി, 1950 ആർക്ക് കിട്ടി, അതൊന്നും അല്ല. എന്നാലും ചില രീതി പാരാ ഒളിമ്പിക്സ്, ഇന്ത്യക്ക് എന്തെങ്കിലും ഒളിമ്പിക് അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഇപ്പം ചില റൂൾസ്, അതിന് ഒട്ടും സമയം ഇൻവെസ്റ്റ് ചെയ്യരുത്, വളരെ കുറച്ച് സമയം. കാരണം വല്ലപ്പോഴും വരുന്നതാണ്. ഓക്കെ, ഇനി അവോയ്ഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ന്യൂസ്, റാഡിക്കലായിട്ടുള്ള ആർട്ടിക്കിൾസ്, ഇതൊന്നും തന്നെ നമുക്ക് എന്ത് വേണ്ട, നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ട. ഓക്കെ, പിന്നെ നോ യുവർ കോളംനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മളിപ്പോൾ ഹിന്ദു ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്തു കഴിഞ്ഞാൽ, ഓരോ സബ്ജക്റ്റിലെ എക്സ്പെർട്ടൈസ് ഉള്ള സ്കോളേഴ്സ് ഉണ്ട്. അവരെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ ഇന്ന ആളാണ് എഴുതിയെങ്കിൽ കൊള്ളാം. ഇനി കേരളത്തിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ ഒരു വ്യക്തി എഴുതിയ ആർട്ടിക്കിൾ ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ആരായിരിക്കും? ഇംഗ്ലീഷ് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരനെ ഓർക്കാം. ശശി തരൂരിൻ്റെ ആർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ റിലേഷൻസിനെ പറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം UN അണ്ടർ സെക്രട്ടറി ആയിരുന്നു, എക്സ്പെർട്ടൈസ് ഉള്ള മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ നമ്മൾ വായിക്കണം. വേണമെങ്കിൽ ജോട്ട് ഡൗൺ ചെയ്ത് കേട്ടോ, ഞാൻ വെറുതെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞപ്പോൾ IR ആണെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻസ്, C രാജമോഹൻ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, ORFൻ്റെ, അത് നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഹീസ് എ ഇൻ്റർനാഷണൽ റിലേഷൻ എക്സ്പെർട്ട്. ഹർഷ്വി പന്ത് എന്ന് പറഞ്ഞ ആളുണ്ടാവും, അല്ലെങ്കിൽ സുഹാസിനി ഹൈദർ ഉണ്ടാവും. ചൈനയ്ക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബ്രഹ്മ ചലാനെ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ഇപ്പോൾ IR തന്നെ ശിവശങ്കർ മേനോൻ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ
കോളം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാത് ഫീൽഡിൽ അവർ എക്സ്പേർട്സ് ആണ്. ഓക്കെ, അതുപോലെ പോളിറ്റിയിൽ എക്സ്പേർട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഏതെങ്കിലും മിനിസ്റ്റർ ഒരു ആർട്ടിക്കിൾ എഴുതിയെന്ന് വെച്ചോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോറിൻ രാജ്യത്തെ ഒരു മിനിസ്റ്റർ വന്ന് ഇന്ത്യയിലെ ഒരു ആർട്ടിക്കിൾ എഴുതി, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഓരോ സബ്ജക്റ്റിനും കോളംനിസ്റ്റ് ഉണ്ട്. IRൻ്റെ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. സൊസൈറ്റിയെ പറ്റി എഴുതുന്ന ആൾക്കാരുണ്ട്, അവരുടെ കോളംസ് വന്നാൽ അത് നിങ്ങൾ നോക്കണം. ഇപ്പം പോളിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി, പ്രതാപ് മാനു മെഹ്ത്ത എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കോളംസ് ഈ ഒരു സ്ഫിയറിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കോളംനിസ്റ്റിനെ ഇപ്പം എനിക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും ഇന്ന ആൾക്കാർ, ഹാപ്പി മോൻ ജേക്കബ് മലയാളിയാണ്, IRൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു അതോറിറ്റിയാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും അതാത് സ്കോളേഴ്സ് ദേ ആർ ഇമ്പോർട്ടൻ്റ്. അവരുടെ അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ എഡ്ജ് കിട്ടും. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കി വെക്കും. ഇത് ടൈം എടുക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾ എന്നോട് വന്ന് ചോദിച്ചാൽ IRൻ്റെ ഏതാണ് ഇമ്പോർട്ടൻറ്റ്, പോളിറ്റിയുടെ ഏത് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞുതരും. അതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇപ്പം ജോഗ്രഫിക്കൊന്നും അങ്ങനെ എക്സ്പേർട്സ് ഇല്ല, കാരണം പോളിറ്റി എക്കണോമി ഒക്കെ സ്ഥിരം എഴുതുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് ക്ലിയർ ആയല്ലോ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ. ഇനിയും ഇഷ്യൂ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ചിലർ എടുക്കാറുണ്ട്. അതായത് കറണ്ട് അഫെയർ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് നമുക്കൊരു ഇഷ്യൂ ആണ്. ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ നിങ്ങൾ ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യണം. ക്ലൈമറ്റ് ചേഞ്ചിൽ എന്തൊക്കെ വരാം? സ്നോ മെൽറ്റ് ചെയ്ത ക്ലൈമറ്റ് ചേഞ്ചാ, സീ ലെവൽ റൈസ് ക്ലൈമറ്റ് ചേഞ്ചാ, ഹീറ്റ് വേവ് വന്നാൽ ക്ലൈമറ്റ് ചേഞ്ചാണ്. അപ്പോൾ കുറേ ഇഷ്യൂസ് എന്ത് ചെയ്യും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഈ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മെയിൻസ് എഴുതുമ്പോൾ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റുകളുടെ, കുറേ ഇഷ്യൂസ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇലക്ഷൻസ് ഒരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു. അങ്ങനെ കുറേ തീമുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചാൽ, നിങ്ങൾ പഠിച്ചു വെച്ച തീമാണ് പരീക്ഷ വരുന്നെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യും. മനസ്സിലായി? ഇത് ടീച്ചേഴ്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമ്പിളും കറണ്ട് അഫെയറിൽ എന്താ വരുന്നതെന്ന് നോക്കി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം. ടീച്ചർ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായി? ഇഷ്യൂ എന്താണെന്ന് കുറച്ച് ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക, കുറേ തീംസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ കറണ്ട് അഫെയർസ് നിങ്ങൾ സെറ്റാക്കി വെക്കണം. പരീക്ഷയിൽ അതൊക്കെ തന്നെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി ഒരു കറണ്ട് അഫെയർ ആർട്ടിക്കിൾ നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെ ചെയ്യും? ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ കറണ്ട് അഫെയർ സെഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സ്ലൈഡ് ഇതായിരിക്കും. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ആർട്ടിക്കിൾ കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ നോക്കും? ആദ്യം അങ്ങനെ നമുക്ക് തുടങ്ങാം. ഒരു ആർട്ടിക്കിൾ കണ്ടു അല്ലെങ്കിൽ ഒരു കറണ്ട് അഫെയർ കണ്ടു, നിങ്ങൾ അതിൽ എന്തൊക്കെയായിരിക്കും നോക്കുന്നത്? നിങ്ങളുടെ മനസ്സിലൊന്ന് സ്ട്രക്ചർ ചെയ്തേ. എങ്ങനെയായിരിക്കും ഒരു ആർട്ടിക്കിൾ വന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനകത്ത് നോക്കുന്നത്? എന്തായിരിക്കും നിങ്ങൾ ആർട്ടിക്കിൾ നോക്കുന്നത്? ഒരു എക്സാമ്പിൾ ഞാൻ തുടങ്ങാം. ആദ്യം എന്തുകൊണ്ട് ആ ആർട്ടിക്കിൾ വന്നു എന്ന് നോക്കത്തില്ലേ? കോണ്ടെക്സ്റ്റ് ഇല്ലേ? എന്തിനാണ് ഇപ്പോൾ ഈ ആർട്ടിക്കിൾ വന്നത്? അത് കഴിഞ്ഞ് എന്തായിരിക്കും നിങ്ങൾ നോക്കുന്നത്? ഇപ്പോൾ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഒരു ആർട്ടിക്കിൾ വന്നു. ആദ്യം നിങ്ങൾ കോണ്ടെക്സ്റ്റ്, ഇന്ന് പലസ്തീനെ ഇസ്രായേൽ ബോംബ് ചെയ്തു, അല്ലെങ്കിൽ ഇറാൻ ഇന്ന് GCC ബോംബ് ചെയ്തു, അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്താ നോക്കുന്നത്? എന്തിന്? അപ്പോൾ എന്താ നമ്മൾ നോക്കുന്നത്? ബാക്ക്ഗ്രൗണ്ട് നോക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രക്ചറിങ്ങാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഇസ് ദ കോണ്ടെക്സ്റ്റ്? എന്തുകൊണ്ട് ഈ ന്യൂസ് ആർട്ടിക്കിൾ ന്യൂസിൽ വന്നു? അത് അറിഞ്ഞിരിക്കണമല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഇപ്പോൾ പലസ്തീൻ ഇസ്രായേൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട്? ഇസ്രായേൽ എങ്ങനെ 1940s അതുണ്ടായി, ഒരു സ്റ്റേറ്റായി. അത് കഴിഞ്ഞ് പലസ്തീനുമായിട്ട് 3 യുദ്ധം, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുമായിട്ട് 3 യുദ്ധം നടന്നു. യോം കിപ്പൂർ യുദ്ധം നടന്നു. അത് കഴിഞ്ഞ് ഈ പ്രശ്നം എങ്ങനെയാണ്? പിന്നെ ഇസ്രായേൽ എക്സ്ട്രാ സ്ഥലങ്ങൾ എപ്പോൾ പിടിച്ചെടുത്തു? ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ 1 നേഷൻ 1 ഇലക്ഷൻ കൊണ്ടുവരാൻ പറയുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഐഡിയ ഉണ്ട്. എന്തുകൊണ്ട് അത് പറയുന്നു? ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു? ഏതൊക്കെ എമർജൻസി വന്നപ്പോഴാണോ 1 നേഷൻ 1 ഇലക്ഷൻ മാറിയത്? അതിൻ്റെ ചരിത്രം എന്താണ്? അപ്പം ആദ്യം ന്യൂസ് എന്തുകൊണ്ട് വന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഇനി മനസ്സിലാക്കണം, ഇവിടെ ഒരു റിസ്ക് ഉണ്ട്. ചില പിള്ളേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പേജുള്ള ആർട്ടിക്കിൾ, ഓക്കെ, അവരെന്ത് ചെയ്യും? കോണ്ടെക്സ്റ്റും കണ്ടു ബാക്ക്ഗ്രൗണ്ട് തേടി അവരെന്ത് ചെയ്യും? ഒരു ദിവസം ബാക്ക്ഗ്രൗണ്ട് പഠിക്കാൻ പോകും. പ്രശ്നമാണ്. ആവശ്യത്തിന് മാത്രം പഠിക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? ചില ആർട്ടിക്കിളിൽ പ്രോസ് ആൻഡ് കോൺസ് കാണും. പ്രോസ് ആൻഡ് കോൺസിനെ നമ്മൾ എന്ത് പറയാം? ഡിസഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് എന്ന് പറയാം, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം, ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് എന്ന് ചിലർ പറയും, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയും. എങ്ങനെ പറഞ്ഞാലും ഒന്ന് തന്നെ. ചില ആർട്ടിക്കിളിൽ ഇത് കാണും. ഇത് കണ്ടെത്താൻ നോക്കുക. അപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ എന്താ? അത് സെൻട്രൽ ലെവലിലെ പാർലമെൻ്ററി ഇലക്ഷനും നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷനും ഒരുമിച്ച് നടത്തുക. അതിൻ്റെ ഗുണം എന്താണ്, നഷ്ടം എന്താണ്? പുതിയ ന്യൂ എഡ്യൂക്കേഷണൽ പ്ലാൻ വന്നു, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്? ചില ഓപ്പഡ് ആർട്ടിക്കിൾ അങ്ങനെ തന്നെ, ചിലർ അനുകൂലിച്ചെഴുതും, ചിലർ പ്രതികൂലിച്ചെഴുതും ഒരു ആർട്ടിക്കിൾ തന്നെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾക്ക് എന്തുണ്ടാവും? പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. അതേസമയം അപ്പം നക്സലിസത്തിന് പോലും പോസിറ്റീവ് ആസ്പെക്റ്റുകളുണ്ട്. ഓക്കെ, അത് കാരണം ചില പോസിറ്റീവ് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഡ്രഗ്സിൻ്റെയാണ് കേസ്, ഡ്രഗ്സ് കേസാണ്, അതിനകത്ത് പോസിറ്റീവ് ഒന്നുമില്ല. അത് നർക്കോട്ടിക്സിനകത്ത് ഒരുവിധ പോസിറ്റീവ് ഇല്ല. അപ്പോൾ എല്ലാ ന്യൂസ് ആർട്ടിക്കിളിലും പ്രോസും കോൺസും കാണണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില ന്യൂസ് ആർട്ടിക്കിളിൽ എന്തേ കാണൂ? കോണ്ടെക്സ്റ്റ് മാത്രമേ കാണൂ.
ചില ന്യൂസ് ആർട്ടിക്കിളിൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അത് മൊത്തം ഡിസ്കസ് ചെയ്തേക്കുന്ന ആ ആർട്ടിക്കിൾ, ചിലതിനകത്ത് പ്രോസ് ആൻഡ് കോൺസ് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾ തിരയണം. ആർട്ടിക്കിൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയെന്നിരിക്കില്ല, ഇതിൽ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ? ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂവിനെ പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോൾ ഹങ്കറിനെ പറ്റി ഒരു ആർട്ടിക്കിൾ, ഗവൺമെൻറ് എന്തൊക്കെയാണ് ഹങ്കർ പരിഹരിക്കാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നക്സലിസം എന്നുള്ള ഇന്റേണൽ സെക്യൂരിറ്റി ത്രെട്ട് എന്തൊക്കെയാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് സിവിൽ സൊസൈറ്റി നമ്മളും NGOസും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പോൾ ഹങ്കറിൻ്റെ കേസാണെങ്കിലും മറ്റേണൽ മോർട്ടാലിറ്റിയുടെ കേസാണെങ്കിലും കളക്ട് ചെയ്യാം. ഈ കോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. പല ടോപ്പേഴ്സും നിങ്ങളെ എളുപ്പമാക്കാൻ വേണ്ടി അവർ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന കോട്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും. അപ്പോൾ ഇതാണ് ഒരു ആർട്ടിക്കിളിൽ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം ഒരു ആർട്ടിക്കിൾ ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കരുത്. പക്ഷേ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുകയെന്ന് വെച്ചോ, അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. ഒരു ടോപ്പിക്ക്, ഒരു ടോപ്പിക്ക് നിങ്ങൾ ഈ ആസ്പെക്ട്സ് എല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും എഴുതാം. ശ്രദ്ധിക്കുക, ഒരു വിഷയമാണ്, ആ വിഷയത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം, ബാക്ക്ഗ്രൗണ്ട് അറിയാം, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അറിയാം, ഗവൺമെൻറ്റോ പബ്ലിക്കോ എടുത്ത ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് അറിയാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു മൈൻഡിലൊരു ആൻസർ ഉണ്ട്, സ്റ്റാറ്റിക്സും കോഡ്സും ഉണ്ട്. നിങ്ങൾ ഒരുമാതിരി എന്ത് ചെയ്യും, നിങ്ങൾക്ക് എല്ലാം കവറാവും. പിന്നെ ഒരു ആംഗിളോടെ ഉണ്ട് ഇതിനകത്ത്. ഒരു ആർട്ടിക്കിൾ നോക്കുമ്പോഴോ ഒരു ഇഷ്യൂ നോക്കുമ്പോഴോ പെസ്റ്റിൽ അനാലിസിസ് എന്ന് പറയും. പെസ്റ്റിൽ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റ്, ലീഗൽ ആൻഡ് എൻവയോൺമെൻറ്റ്, ഇതാണ് പെസ്റ്റൽ. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ നമ്മൾ പഠിക്കുമ്പോൾ തമിഴ്നാടുമായിട്ട് നമുക്ക് മുല്ലപ്പെരിയാറിന് ഇഷ്യൂ ഉണ്ട്. ഇഷ്യൂ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് അതിനകത്ത് വരും, പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് വരും, ലീഗൽ ആസ്പെക്ട്സും വരും. അതായത് ഏത് നിയമം വെച്ചിട്ടാണ് രണ്ട് സ്റ്റേറ്റ്സ് തമ്മിൽ വാട്ടർ ഷെയർ ചെയ്യുന്നത്. വാട്ടർ എന്ന് പറഞ്ഞാൽ കോമൺ റിസോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് വരും, പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് വരും. അത് ആ ആംഗിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. മുല്ലപ്പെരിയാർ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ പൊളിറ്റിക്കൽ ലീഗൽ ആസ്പെക്ട്. എക്കണോമിക് ആസ്പെക്ട് എന്താ? ഇനി ആ ഡാം ഇപ്പോൾ സപ്പോസ് നമുക്ക് പൊളിക്കണമെന്ന് വെച്ചോ, അതെങ്ങനെ റീബിൽഡ് ചെയ്യും, എക്കണോമി എങ്ങനെ ആയിരിക്കും, ഗവൺമെൻറ് തമിഴ്നാടാണോ അത് ഉണ്ടാക്കാൻ പോകുന്നത്, അതോ സെൻട്രൽ ഗവൺമെൻറ് പൈസ തരുമോ, അതോ രണ്ടുപേരും ഷെയർ ചെയ്യുമോ, അതോ ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് വഴിയാണോ ഉണ്ടാക്കുന്നത്, അതല്ല അതിൻ്റെ എക്കണോമിക് ആസ്പെക്ട്. പിന്നെ സോഷ്യൽ ആസ്പെക്ട് എന്തായിരിക്കും? ഡാം വന്നാൽ, പുതിയൊരു ഡാം വന്നാൽ ചിലപ്പം അവിടെ അടുത്തുള്ളവരെ ചിലപ്പോൾ നമുക്ക് കുടി ഒഴിപ്പിക്കേണ്ടി വരും, മാറ്റി പാർപ്പിക്കേണ്ടി വരും. അതെന്താണ്, അതൊരു സോഷ്യൽ ഇഷ്യൂ അല്ലേ? കുറേ പേർക്ക് അവിടെ ജോലിയെ നഷ്ടപ്പെടും, അത് എക്കണോമിക് സോഷ്യൽ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ അത് അതിൻ്റെ സോഷ്യൽ ആംഗിൾ. പിന്നെ പുതിയൊരു ഡാം പണിയുമ്പോൾ അത് ആർച്ച് ഡാം ആയിരിക്കുമോ, ഗ്രാവിറ്റി ഡാം ആയിരിക്കുമോ, എന്തായിരിക്കും അതിൻ്റെ ടെക്നോളജിക്കൽ ആസ്പെക്ട്. ലീഗൽ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. ഇനി ഒരു ഡാം പണിയുമ്പോൾ രണ്ട് പ്രശ്നമുണ്ട്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാർഡ്സാണ്. ഓക്കെ, അവിടെ സീസ്മിസിറ്റിയുടെ സാധ്യതയുണ്ട്, ലാൻഡ് സ്ലൈഡ്സിൻ്റെ സാധ്യതയുണ്ട്. പിന്നെ അവിടെ മാത്രം കാണുന്ന ചില ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, ചില ജീവികളുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഡാം പണിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കാട് നഷ്ടപ്പെടും, ചില ജീവികളുടെ ആവാസ കേന്ദ്രം നഷ്ടപ്പെടും. അവിടെ ഡാം ഉണ്ടായാൽ എർത്ത് വേക്കിൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതതിൻ്റെ എൻവയോൺമെൻറ്റ് ആസ്പെക്ട്. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്ട് കവർ ചെയ്താൽ ആ ടോപ്പിക്ക് നിങ്ങൾ മാസ്റ്ററായി. ഇത് തന്നെ നിങ്ങൾ കറണ്ട് അഫെയറിൽ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ക്ലിയർ? ഇപ്പോൾ നമ്മളിപ്പം ഹിമാലയത്തിൻ്റെ മേലുള്ള ടിബറ്റൻ ഗ്ലേഷ്യേഴ്സിൻ്റെ മെൽറ്റിംഗ് ഉണ്ട്. അതിനകത്ത് എല്ലാം ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല, പക്ഷേ ചില കാര്യം നിങ്ങൾക്ക് പഠിക്കാം. അതിൻ്റെ ലീഗൽ ആസ്പെക്ട് എന്താണ്, അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ്, അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്താണ്, ഗ്ലേഷ്യർ മെൽറ്റിംഗ് ഇപ്പം നടക്കുന്നുണ്ടോ, ഇതിനു മുമ്പ് എപ്പോഴൊക്കെയാണ് നടന്നിട്ടുള്ളത്, അതുപോലെ എന്ത് ചെയ്യാം, ഗവൺമെൻറ് അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം. അതിനകത്ത് പ്രോസും കോൺസും ഇല്ല. ഗ്ലേഷ്യർ മെൽറ്റ് ചെയ്താൽ പ്രോസും കോൺസും കുറവാണ്, പക്ഷേ പ്രോസും നമുക്കാവാം. കാരണം നമ്മുടെ മേലിൽ ആർട്ടിക് ഉണ്ടല്ലോ, ആർട്ടിക് അറിയാമല്ലോ. ആർട്ടിക് മെൽറ്റ് ചെയ്താൽ മോശമാണെന്ന് പറയുമെങ്കിലും അതിലൊരു ഗുണം എന്താ, അവിടെ വഴി തെളിയും. അപ്പോൾ പോളാർ ആർട്ടിക് റൂട്ട് നമുക്ക് പണിയാം. പിന്നെ ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചിലപ്പോൾ ഹൈഡ്രോ കാർബൺസും പെട്രോളിയം കാണും. അപ്പോൾ അതിന് പോസിറ്റീവ് ഉണ്ട് കേട്ടോ പറയണമെങ്കിൽ. പക്ഷെ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഈ ആംഗിള് നിങ്ങൾ ഇത് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും പേപ്പറിൽ എഴുതി നിങ്ങൾ വേണമെങ്കിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ല. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഇത്ര ആംഗിൾ കവർ ചെയ്താൽ പിന്നെ ആ ടോപ്പിക്കിൽ നിന്ന് എവിടെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതൊന്ന് മാറ്റാം, നിങ്ങൾ തന്നെ പറയുക. ആദ്യം എന്താ, കോണ്ടെക്സ്റ്റ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ പ്രോസ് ആൻഡ് കോൺസ്, പിന്നെ ഗവൺമെൻറ് ആൻഡ് ഇൻഡിവിജ്വൽ ഇനീഷ്യേറ്റീവ്സ്, പിന്നെ വേ ഫോർവേഡ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കോഡ്സ്, പിന്നെ ജനറലി ഓവർവ്യൂവിൽ പെസ്റ്റൽ അനാലിസിസ്. ഇങ്ങനെയാണ് ഒരു ടോപ്പിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്ലിയർ? ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഇനി നോട്ട് ഉണ്ടാക്കണ്ടേ കറണ്ട് അഫെയറിന്? അതിന് രണ്ട് രീതികളുണ്ട്. എന്താ?
കൈയും കൊണ്ട് എഴുതാം, ഡിജിറ്റൽ നോട്ട്. ഇതിലേതായിരിക്കും നല്ലത്? രണ്ടും നല്ലതാണെന്നാണോ പറയുന്നത്? എഴുതുന്നതാണ് നല്ലത്. എഴുതുന്നതാണ്. അതെന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ സ്വയമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മളത് മറക്കില്ല എന്നുള്ളൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും വായിക്കുമ്പോഴും ഹാർഡ് കോപ്പിയിൽ നിന്ന് വായിക്കുമ്പോൾ കണ്ണിന് സ്ട്രെസ് കുറവാണ്, അത് കൂടുതൽ നമ്മൾ പിക്കും ചെയ്യും. യു ആർ വെരി കറക്റ്റ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്താ? ഹൈ റിട്ടൻഷൻ, ലോ സ്ട്രെസ്. ശരിയാണ്, അത് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതേസമയം നിങ്ങൾ ഡിജിറ്റലിലേക്ക് വരുമ്പോൾ, ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ പേപ്പറിൽ നിന്ന് കട്ടിങ് ഒക്കെ വെട്ടി ഒട്ടിച്ചാൽ പഠിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഇപ്പോൾ പഠിക്കണ്ട. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ കണ്ടിട്ടുണ്ട്, വൺ നോട്ട്, എവർ നോട്ട്, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. ഡിജിറ്റൽ ആണെങ്കിൽ അതിനും ഗുണങ്ങളുണ്ട്. എന്താ? നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. മറ്റേന്ന് വെച്ചാൽ നിങ്ങളൊരു പേപ്പറിനകത്ത് എഴുതുന്നു. ഓക്കെ, പേപ്പറിനകത്ത് എഴുതി കഴിഞ്ഞാൽ ബുക്കാണെങ്കിൽ ഏറ്റവും പ്രശ്നം. നിങ്ങളൊരു ടോപ്പിക്കിന് വേണ്ടി ഒരു സ്ഥലം വെച്ചു, നാളെ അതിന് റിലേറ്റഡ് വേറെ ഒരു കറണ്ട് അഫയർ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കയറ്റാനുള്ള സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും, അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? A4 സൈസ് ഷീറ്റ് ഉപയോഗിക്കാം. പിന്നെ ഞാൻ നോട്ട് ഉണ്ടാകുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഒരു നോട്ട്ബുക്കിലോ എന്ത് ചെയ്യരുത്, ഒരു ദിവസത്തെ കറണ്ട് അഫയർ എഴുതി വെക്കരുത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിവിഷന് പാടായിരിക്കും. നിങ്ങൾ ഓരോ സബ്ജക്റ്റിന് ഓരോരോ നോട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഓരോരോ ഫയൽ വയ്ക്കുക. അത് പോളിറ്റിയുടെ നോട്ടിന് ഒരു ഫയലിനകത്ത് കുറച്ച് പേപ്പർ, എക്കണോമിക്സിന് ഒരു ഫയലിനകത്ത് കുറേ പേപ്പർ, ഹിസ്റ്ററിക്കകത്ത് അധികം വരില്ല, IRന് ഒരു ഫയൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് റിലേറ്റഡ് ആയ പുതിയ ന്യൂസ് വരുമ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി വയ്ക്കുക. ബുക്കിൻ്റെ പ്രശ്നം വെച്ചാൽ ബുക്കിൽ ഗ്യാപ്പ് ചിലപ്പോൾ ഫില്ലായി പോകും. ഓക്കെ, അപ്പോൾ ബെറ്റർ യൂസ് A4 സൈസ്. പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ ടോയ്ലറ്റിൽ കുറച്ച് പേപ്പർ, കിച്ചണിൽ കുറച്ച് പേപ്പർ, ബെഡ്ഷീറ്റിൽ കുറച്ച് പേപ്പർ, അവസാനം നിങ്ങൾക്ക് തന്നെ വട്ട് പിടിച്ചത് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ഹാൻഡ് റിട്ടൺ നോട്ട്സ്. അത് മാനേജ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ക്ലിയർ? അപ്പം ഇത് ഓബ്വിയസ്ലി ഇറ്റ് ഇസ് ഗുഡ്. ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു മെത്തേഡാണ്. പക്ഷേ മറ്റേ മെത്തേഡിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇത് മനസ്സിലായല്ലോ? ഓരോ സബ്ജക്റ്റിന് യു ഹാവ് ടു കീപ് സെപ്പറേറ്റ് നോട്ട്സ് ഓർ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ഷീറ്റ്സ്. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ചെയ്യാൻ. ഒരു വർഷം വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒരു കറണ്ട് അഫയർ വന്ന് നിങ്ങൾ എഴുതി, 4-5 ദിവസം കഴിഞ്ഞായിരിക്കും അതേ ആർട്ടിക്കിളിൻ്റെ അടുത്ത ന്യൂസ് വരുന്നത്. എല്ലാം കോപ്പി ചെയ്യണോ? വേണ്ട. പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ എഴുതി ചേർക്കാം. അങ്ങനെ വേണം ചെയ്യാൻ. മനസ്സിലായി? ഇത് ക്ലിയർ ആണല്ലോ? അതായത് ചില കുട്ടികൾ എന്താ വെച്ചാൽ ഡേ ബൈ ഡേ എഴുതി വയ്ക്കും. 21st കറണ്ട് അഫയർ, 22nd കറണ്ട് അഫയർ. അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താ? ഒരു ദിവസത്തെ നോട്ടിൽ ചില പോളിറ്റി വരും, ചില എൻവയോൺമെൻറ്റ് വരും. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റില്ല. മറ്റേത് എൻവയോൺമെൻറ്റ് ബുക്കും കൂടെ എടുത്താൽ അത് എൻവയോൺമെൻറ്റ് കറണ്ട് അഫയർ ഫുള്ളായി. ക്ലിയർ? ഇത് ക്ലിയർ ആയോ? ഡിജിറ്റലിന് പക്ഷേ അതിൻ്റേതായ ഗുണമുണ്ട്. കാരണം ഈ പേപ്പർ ഒന്നും കീപ്പ് ചെയ്യേണ്ട. ഒരു സ്ഥലത്ത് ഇപ്പം ഒരു ഫോൾഡർ പോളിറ്റി, ഒരു ഫോൾഡർ എൻവയോൺമെൻറ്റ്, ഒരു ഫോൾഡർ IR. അതിനകത്ത് സബ് ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പുതിയ പിക്ചർ അവിടെ നിങ്ങൾ കണ്ടു, ഒരു ഇൻഫോഗ്രാഫിക് കണ്ടു, ഉടനെ അവിടെ കൊണ്ടിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 മാസം കഴിഞ്ഞൊരു ഇൻഫർമേഷൻ കിട്ടി, അത് വേണമെങ്കിൽ പുറകിലേക്ക് പോയി അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം, കട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് സ്റ്റോർ ആയിരുന്നോളും, ഓർഗനൈസ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവാണ്. ചില കുട്ടികൾ എന്ത് ചെയ്യും, എനിക്ക് അതും വേണം ഇതും വേണം എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും അവർ? ഡിജിറ്റലി ഉണ്ടാക്കിയിട്ട് അങ്ങ് ഫോട്ടോ കോപ്പി എടുക്കും, എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കും. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ഇത് ചൂസ് ചെയ്യാം. രണ്ടിനും അതിൻ്റേതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കുറേ കുട്ടികൾ ഡിജിറ്റലായിട്ട് നോട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. പക്ഷേ ഇതിന് സമയം എടുക്കും. മറ്റേത് നിങ്ങളൊരു ആർട്ടിക്കിളിൽ നിന്ന്, ന്യൂസ് പേപ്പറിൽ നിന്ന് കട്ട് കോപ്പി ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം എടുക്കും എഴുതി ഉണ്ടാക്കാൻ. അപ്പം അത് മനസ്സിൽ വെച്ചിട്ട് ചിന്തിച്ചിട്ട് തീരുമാനിക്കുക. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഏതാ ബെറ്റർ. ഇനി വേറെ വലിയൊരു കാര്യം കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ശീലങ്ങളുമാണ് നോട്ടും കമ്പൈലേഷനും. നിങ്ങൾക്ക് സിവിൽ സർവീസ് പഠിക്കുമ്പോൾ നോട്ടാണോ വേണ്ട, കമ്പൈലേഷൻ ആണോ വേണ്ട? യു നീഡ് നോട്ട് ഓർ കമ്പൈലേഷൻ. ഇത് ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഇങ്ങനൊരു പ്രയോഗം ഉപയോഗിക്കുന്നത്. നോട്ടാണോ കമ്പൈലേഷൻ ആണോ വേണ്ടത്? സിവിൽ സർവീസിന് കമ്പൈലേഷൻ എന്നാണ് ഒരാൾ പറയുന്നത്. കമ്പൈലേഷൻ അല്ല വേണ്ട. കമ്പൈലേഷൻ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് വായിക്കാൻ. വിഷൻ്റെ 110 പേജിൻ്റെ കമ്പൈലേഷൻ, അതെല്ലാം നിങ്ങളങ്ങ് എഴുതിയെടുത്താലോ. നോട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ക്രിസ്പ്. അവസാന നിമിഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം നോട്ട്. ഓക്കെ, ഇപ്പോൾ വിഷൻ്റെ 110 അല്ലെങ്കിൽ ഏതെങ്കിലും കറണ്ട് അഫയർ മാഗസിൻ്റെ 110 പേജ് നിങ്ങളുടെ കയ്യിൽ 14-15 പേജ് അല്ലെങ്കിൽ 10 പേജ് കാണണം. ഇതിനെയാണ് നോട്ടെന്ന് പറയുന്നത്. അത് ചില കുട്ടികളുണ്ട്, പത്രത്തിൽ എന്താ ഇമ്പോർട്ടൻ്റ് അറിയാതെ പത്രം തന്നെ കോപ്പി അടിക്കുന്നത്. പിന്നെ പത്രം തന്നെ എടുത്ത് വെച്ചാൽ പോരെ, രണ്ടും ഒന്നല്ലേ. ചില കുട്ടികളുടെ ബുക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് മൊത്തം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അണ്ടർലൈൻ ചെയ്യുന്നത് എന്തിനാ? ടെക്സ്റ്റ് മൊത്തം വരെയായില്ലേ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ 280 പേജിൻ്റെ ഒരു നോട്ട് ടെക്സ്റ്റ് നിങ്ങൾ പഠിച്ചു, ക്ലാസ് നിങ്ങൾക്ക് കിട്ടി.
40 പേജസിൻ്റെ നോട്ട് ഉണ്ടാണ്. ഇതാണ് പ്രിലിംസിൻ്റെ തലേന്നോ മെയിൻസിൻ്റെ തലേന്നോ എടുത്ത് ഓർക്കുന്നത്. ഇനി നമ്മളത് ഹെഡിങ്സ് ആയിരിക്കും, സബ് ടൈറ്റിൽസേ കാണുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ വരും ബാക്കി ക്ലാസ്സിൽ പഠിപ്പിച്ചത് കാണുമ്പോൾ, റിട്ടൻഷൻ വരും, റീകോൾ വരും. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് തിരിച്ചു നോക്കുമ്പോൾ ഇത് ഓർമ്മ വരുന്നില്ല. അപ്പം നിങ്ങൾ ഈ കമ്പൈലേഷനിലേക്കോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകണം. ഓക്കെ, അല്ലാതെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം എഴുതി വെക്കുന്നതല്ല നമുക്ക് ഉദ്ദേശിക്കുന്നത്, എസ്പെഷ്യലി കറണ്ട് അഫെയറിന് വേണ്ടത്. ഷോർട്ട് ക്രിസ്പ് കമ്പൈലേഷൻ. ഓക്കെ, ഇനി ഈ നിങ്ങളുടെ നോട്ട്സിൽ നിന്ന് എന്തെങ്കിലും മറന്നുപോയാൽ ഒറിജിനൽ സോഴ്സിലേക്ക് പോയി നോക്കുക. ഓക്കെ, അത് ക്ലിയർ ആയാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് നിങ്ങൾ ഏത് ടോപ്പറിൻ്റെ ആർട്ടിക്കിൾ വായിച്ചാലും അവർ ഈ നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയും. അവർക്കെല്ലാം മിക്ക ടോപ്പേഴ്സിനും ചെറിയ നോട്ടുകളുണ്ട് അവർക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി. ഇനി ന്യൂസ് പേപ്പറിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. ഇതെവിടെ ഇഷ്ടംപോലെ ന്യൂസ് പേപ്പർ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, സാർ ഏത് ന്യൂസ് പേപ്പറാണ്? നമുക്ക് വേറെ സെഷൻ ഉണ്ട് കേട്ടോ, ഹൗ ടു നീഡ് പേപ്പർ. നിങ്ങൾക്ക് വന്നോ സെഷൻ കിട്ടിയായിരുന്നു? ഹൗ ടു റീഡ് പേപ്പർ, ന്യൂസ് പേപ്പർ ചെറുതായിട്ട് പറഞ്ഞു. നമുക്ക് നോക്കാം പറ്റുമെങ്കിൽ. ഞാൻ എൻ്റെ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എല്ലാം ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. ഓരോ ആസ്പെക്റ്റും ഇങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂറും വെച്ച് ക്ലിയർ ആയിട്ട് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഏത് ന്യൂസ് പേപ്പർ എടുക്കുന്നത്? ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസ്സോ? ഹിന്ദു എന്ന് വെച്ചാൽ ഇങ്ങനെ അഗെയിൻ ബൈബിൾ ഫോർ സിവിൽ സർവൻ്റ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് ചോദ്യം വരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് അധികം വന്നു തുടങ്ങി. അപ്പം ചിലർ പറയും ഇനി ഹിന്ദു വിട്ടിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ചാടോ? അപ്പം UPSC അടുത്ത വർഷം ഹിന്ദു എന്ന് ചോദ്യം ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഹിന്ദു കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് അതിൻ്റെ വൊക്കാബുലറി, ഇത് ഇത്തിരി കൂടെ സിമ്പിളാണ്. പിന്നെ ഹിന്ദു കുറച്ച് ക്രിട്ടിക്കലായപ്പോഴും ഗവൺമെൻറ് അത് പേപ്പറിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഹിന്ദു ആണെങ്കിലും കുഴപ്പമില്ല. യു ക്യാൻ ഐദർ ചൂസ് ഇന്ത്യൻ എക്സ്പ്രസ് ഓർ ഹിന്ദു. ഇറ്റ് ഈസ് യുവർ ഇന്ത്യ. ചില കുട്ടികൾ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കും ആദ്യത്തെ ഒരു മാസം, കാരണം അത് വളരെ സിമ്പിൾ ആയതുകൊണ്ട്. ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. ഒന്നുകിൽ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്. ഇനി തുടക്കകാലത്തിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സമയം എടുക്കും, അത് നോർമലാണെന്ന് മനസ്സിലാക്കുക. ന്യൂസ് പേപ്പർ വായിക്കുക 1.5 മണിക്കൂർ എടുക്കുന്നു, നോട്ട് ഉണ്ടാക്കുക ആദ്യത്തെ 3 മണിക്കൂർ. അത് കുറച്ച് നാളത്തേക്ക് ഓക്കെയാണ്, പിന്നെ അത് കൊണ്ടുവരും. നമ്മൾ പയ്യെ ന്യൂസ് പേപ്പറും വായിച്ച് നോട്ട് ഉണ്ടാക്കാൻ മൊത്തത്തിൽ 1 മണിക്കൂർ എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയറായി. ഇനി ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ വായിക്കണം, കുറച്ച് കണ്ടന്റ് ഡെപ്ത് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞൊരു സെഷൻ വരും. അത് മാത്രം വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, വേണമെങ്കിൽ മാത്രം. ഓക്കെ, ചില കുട്ടികൾ ഫുൾ ഓപ്റ്റിമം കിട്ടാൻ വേണ്ടി ഹിന്ദുവും വായിച്ചിട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്പ്ലെയിൻ, ഓരോ ടോപ്പിക്സ് എക്സ്പ്ലനേഷനാണ് വരുന്നത്, ഇൻഫോഗ്രാഫിക്കും എല്ലാം വരും. ആ ഒരു പാർട്ട് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, ഒന്നുകിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുക, അല്ലെങ്കിൽ ഹിന്ദു വായിക്കുക. അല്ലെങ്കിൽ ഹിന്ദു വായിച്ച് നിങ്ങൾക്ക് കുറച്ചൊന്ന് അഡീഷണൽ സമയമൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ ഒന്ന് എൻറിച്ച് ചെയ്യണമെന്ന് തോന്നിയാൽ എക്സ്പ്ലെയിൻഡ് വായിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ന്യൂസ് പേപ്പർ വായിക്കാൻ അങ്ങനെ മൊത്തത്തിൽ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എഡിറ്റോറിയൽസ് എങ്കിലും എന്ത് ചെയ്യുക, വായിക്കുക. അതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വിവേകാനന്ദയിലാണെങ്കിലും ദിവസവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് മേജർ എഡിറ്റോറിയൽസ് എങ്കിലും വായിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഒരു ദിവസം ന്യൂസ് പേപ്പർ മിസ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നാളെ ഇരുന്ന് ഇന്നലത്തെ ന്യൂസ് പേപ്പർ വായിക്കരുത്. നെവർ ഡു ദാറ്റ്. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ന്യൂസ് പേപ്പർ മറന്നുപോയി, അല്ലെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫെയർ മറന്നുപോയി. നിങ്ങൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ഇന്നലത്തെ വായിക്കും. അങ്ങനെ നിങ്ങൾ 3-4 ദിവസം മിസ് ചെയ്താൽ നിങ്ങൾ പുറകെ നിൽക്കും. അതായത് നിങ്ങൾ ഓഗസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജൂലൈയിലെ കറണ്ട് അഫെയർ വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഒരു ദിവസം മറന്നുപോയാൽ വിട്ട് കളയുക, അടുത്ത ദിവസത്തെ ന്യൂസ് വായിക്കുക. കാരണം എന്നറിയോ, നിങ്ങൾ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് എഴുതുന്നുണ്ട്, അവിടെ കറണ്ട് അഫെയറിൻ്റെ ക്വസ്റ്റ്യൻ വരുവേ. ക്ലാസ്സിൽ ടീച്ചേഴ്സ് കറണ്ട് അഫെയർ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മന്ത്ലി മാഗസിൻ ചിലപ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ടാവും. ഇവിടെ മിസ്സായത് അവിടെ കിട്ടിക്കോളും, ആ ടെൻഷൻ വേണ്ട. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ദിവസം കറണ്ട് അഫെയർ മിസ്സായാൽ വായിക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് പോകും. കറണ്ട് അഫെയറിൽ ഒരു 80% കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ പത്രം എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നും ഇസ്രായേൽ പലസ്തീൻ, നാളെ ഇസ്രായേൽ. ഇന്നും വോട്ടിൻ്റെ പ്രശ്നം, നാളെ വോട്ടിൻ്റെ പ്രശ്നം. ഇറ്റ് ഇസ് സിമിലർ. ഇന്നും ചൂട് ഹീറ്റ് വേവിൻ്റെ പ്രശ്നം, 2 ദിവസം കഴിഞ്ഞും ഹീറ്റ് വേവിൻ്റെ പ്രശ്നം. 80% ഇത് റിപ്പീറ്റീവാണ്. ഓക്കെ, ക്ലിയർ? അപ്പം മനസ്സിലായല്ലോ ന്യൂസ് പേപ്പറിൻ്റെ ഗൈഡ് ലൈൻസ്. ഇനി ഒരു ദിവസം നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അനാലിസിസ് പഠിക്കുക, ഇവിടെ തരുവാണെങ്കിൽ ഇവിടുത്തെ പഠിക്കുക. എനിവേ ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം അവരെന്താ ചെയ്തേക്കുന്നത്, ആവശ്യമില്ലാത്തൊക്കെ പറക്കി കളഞ്ഞിട്ടായിരിക്കും ഇത് നിങ്ങൾക്ക് തരുന്നത്. ഇനി അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമ്മളിവിടെ വീക്ക്ലി ഇതുപോലെ കറണ്ട് അഫെയർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നം വരത്തില്ല. ഇല്ലാത്ത പിള്ളേരോട് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ന്യൂസ് അനാലിസിസ് കാണുക ഡെയിലി. നമുക്ക് ഡെയിലി ഇല്ല കറണ്ട് അഫെയർ, വീക്ക്ലി ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. എന്തിനാ, വിഷ്വലി ഒരാൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആ ലെവൽ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് കറണ്ട് അഫെയർ പിടിക്കാൻ പറ്റുന്ന ലെവലെത്തിയാൽ നല്ലതാണ്. പണ്ട് കാലത്ത് ന്യൂസ് പേപ്പർ വായിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. ഞാനും ആ ഒരു അഭിപ്രായക്കാരനാണ്, ഓൾഡ് സ്കൂളാണ്. ചിലർ ഇപ്പോൾ പറയുന്ന ന്യൂസ് പേപ്പർ വായിക്കേണ്ട താല്പര്യമൊന്നും ഇല്ലെന്ന്. പക്ഷെ എന്തിനാണ് ഈ ന്യൂസ് പേപ്പർ വായിക്കാൻ പറയുന്നതെന്ന് അറിയാമോ?
മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. വേറെ ഒരാൾ ഈ ന്യൂസ് പേപ്പറുകൾ ഇത് തന്നെ അവരും വായിക്കുന്നത്, അവർ പല സോഴ്സ് വെച്ചിട്ട് അവരിത് ഫ്രെയിം വർക്ക് ചെയ്ത് എന്ത് ചെയ്യാണ്. ഇനിയിപ്പോൾ ChatGPT ആയിരിക്കും എല്ലാവരും. പക്ഷെ ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം, ഒരു പേപ്പർ എടുത്ത് അതിൻ്റെ കണ്ടൻസിനെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഐഡിയ അനുസരിച്ച്, UPSCയുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ സ്ട്രക്ചർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫെയറിൽ അവർ ഒരു തരത്തിൽ എഴുതി, നമ്മളത് കാണാതെ പഠിച്ചു പോയി. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതേ എഴുതാൻ അറിയൂ. ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ എങ്ങനെ ഇംപ്രവൈസ് ചെയ്യണമെന്ന് നമുക്ക് ചിന്തിച്ച് പരിചയമില്ല. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഞാൻ നേരത്തെ കാണിച്ച ഫ്രെയിം വർക്ക് ഉണ്ടോ, കോണ്ടെക്സ്റ്റ്, ആ ഫ്രെയിം വർക്ക് സ്വയം ആക്കുന്ന ഒരാൾ യു വിൽ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ. ഇനി കറണ്ട് അഫെയർ പഠിക്കാതെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാതെ ആൾക്കാർ ക്രാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉണ്ട്. പിറ സിംഗാൾ എന്നൊരു ടോപ്പറുണ്ട്, ഫേമസ്. ഷീ ഓൾവേസ് ടെൽ ഷീ നെവർ റെഡ് ന്യൂസ് പേപ്പർ. അവർ കറണ്ട് അഫെയർ മാഗസിൻ മാത്രമേ വായിച്ചുള്ളൂ. അപ്പോൾ അതാണോ റൈറ്റ് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഇറ്റ് ഡിപ്പെൻസ്. പക്ഷേ എൻ്റെ ഒരു ഐഡിയയിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ വൊക്കാബുലറി കൂടും, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള അനലിറ്റിക്കൽ കേപ്പബിലിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ സെഷൻ നമുക്ക് പിന്നെ വയ്ക്കാം. പിന്നെ ഈ കറണ്ട് അഫെയർ മാഗസിൻ, അപ്പോൾ ചിലർ എന്നോട് ചോദിക്കുന്നത് എന്തിനാണ് സാറേ ഈ കറണ്ട് അഫെയർ മാഗസിൻ പഠിക്കുന്നത്, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നില്ല? ഇതിൻ്റെ ഒരു യൂട്ടിലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ മെയ് അല്ലേ, ഇത് മെയിൽ നിങ്ങളിപ്പോൾ ഡെയിലി കറണ്ട് അഫെയർ വായിച്ചെന്ന് വെച്ചോ. ഓക്കെ, മെയ് 1 തൊട്ട് എൻഡ് വരെ നിങ്ങൾ കറണ്ട് അഫെയർ വായിച്ചു. ഇനി നിങ്ങൾ എന്താ ജൂണിലെ കറണ്ട് അഫെയർ മാഗസിൻ എടുക്കും. ഈ ജൂണിലെ മാഗസിൻ ഒരു ജൂൺ 7th or 8th ഒക്കെ ആയിരിക്കും റിലീസാവുന്നത്. അപ്പം നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായി, ഈ ജൂണിൽ ഇറങ്ങിയ കറണ്ട് അഫെയറിൽ വരുന്ന ന്യൂസ് ജൂണിലെ ആണോ? അല്ല, മെയിലെ കറണ്ട് അഫെയറാണ് വരുന്നത്. അപ്പം നിങ്ങൾ 1 തൊട്ട് ഈ മെയ് എൻഡ് വരെ 31st വരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് എന്തായിട്ട് സർവ് ചെയ്യും? ഒരു റിവിഷനായിട്ട് സർവ് ചെയ്യും. കഴിഞ്ഞ മാസം നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പർ പഠിച്ച കാര്യങ്ങളാണ് അടുത്ത മാസം നിങ്ങൾ കറണ്ട് അഫെയർ മാഗസിനിൽ പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പം ഇവിടെ ഇല്ലാത്ത ചിലത് നിങ്ങൾ ഇവിടെയും പഠിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ സ്ട്രോങ് ആവും. പിന്നെ ഇത് ഒറ്റയടിക്കിരുന്ന് വായിക്കണത്, ചിലത് 70 പേജായിരിക്കും, ചിലത് 150 പേജായിരിക്കും, ചിലത് 120 പേജായിരിക്കും. ഇത് ഡെയിലി ഒരു 2-3 പേജ് വെച്ച് 3 പേജ് വെച്ച് 90 പേജായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആവുക. 3 പേജ് വെച്ച് ഒരു ദിവസം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പർപ്പസ് മനസ്സിലായി എന്തുകൊണ്ടാണ്. ചിലർ ന്യൂസ് പേപ്പറേ സ്കിപ്പ് ചെയ്യും, ഇത് പഠിക്കും. പക്ഷേ അവർ ക്രാക്ക് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ കൂടുതൽ MCQ ആയിരിക്കും, കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ചെയ്യുമായിരിക്കും. അപ്പോൾ അവർക്ക് ന്യൂസ് പേപ്പർ ഇല്ലെങ്കിലും ഒപ്പിച്ചെടുക്കാം. പക്ഷെ ഞാൻ ന്യൂസ് പേപ്പർ എപ്പോഴും എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യും. അതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ്. ഇനി അടുത്ത കുട്ടികൾ ചോദിക്കുന്നത് ഇതിൽ ഏത് വായിക്കണം സാർ? കാരണം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഉണ്ടെങ്കിലും വർഷങ്ങളായിട്ട് കുട്ടികൾ ഫോളോ ചെയ്യുന്ന ബുക്സ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇപ്പം ഏറ്റവും ഫേമസ് ഒരെണ്ണമാണ് വിഷൻ ഫോളോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ക്രിസ്പാണ്. അതായത് അതൊരു 70-80 പേജേ കാണുള്ളൂ. വളരെ ഷാർപ്പായിട്ട് വേണ്ട പോയിന്റ്സ് മാത്രം പറക്കി എഴുതുന്നതുകൊണ്ട് കുട്ടികൾ അത് ഓപ്റ്റ് ചെയ്യാറുണ്ട്. ചിലർ പറയും മെയിൻസിൻ്റെ ഇതിന് റിസൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ വാജിറാമിൻ്റെ നല്ലതെന്ന് പറയും. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ ഇതുപോലൊരു 10 ഇരട്ടി ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ന്യൂസ് പേപ്പർ പറഞ്ഞ പോലെ NCERT പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലുള്ളത് എല്ലാം ഇതിൽ കാണില്ല, ഇതിലുള്ളത് ഇതിലും കാണില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ആവശ്യത്തിന് കണ്ടന്റ് ഉണ്ടോ എന്ന് ചൂസ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം നല്ലത് കുറേ ഉണ്ടാവുമല്ലോ, ഒരു 3-4 എണ്ണം. ഇപ്പം ഞങ്ങളുടെയൊക്കെ സമയത്ത് സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു, I-20 ഉണ്ടായിരുന്നു, പുന്തോ ഉണ്ടായിരുന്നു, പോളോ ഉണ്ടായിരുന്നു. 4 ഏകദേശം ഒരേപോലെ, ചില വ്യത്യാസങ്ങളുണ്ട്. അതിലേതെടുത്താലും കുഴപ്പമില്ല, നല്ലതാണ്. അതുപോലെ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പെർക്കും മഞ്ജു എടുക്കുന്ന പോലെ 2 ഒരുപോലെ അല്ലേ, ഏകദേശം ചെറിയ വ്യത്യാസമുള്ളൂ. പെപ്സിയും കൊക്കക്കോളയും പോലെ ഇതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അങ്ങനെ വളരെയധികം എന്താ പറയുക കൺഫ്യൂഷനുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ ചിലരോട് പറയും 3 മാസം വിഷൻ വായിക്കുക, 3 മാസം വാജിറാം വായിക്കുക, 3 മാസം വേറെ വായിക്കുക. അപ്പം അത് പ്രോബിലിറ്റിയുടെ ഗെയിമാണ്. ഒരെണ്ണം വായിക്കുന്നതിനെക്കാട്ടി ഇതിൽ ചാൻസ് കിട്ടുമെന്നൊരു ചിന്താഗതിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഒരു കറണ്ട് അഫെയർ മാഗസിൻ ഏറ്റവും നല്ലതിലൊരെണ്ണം. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ലതാണെങ്കിൽ ഫോളോ ദാറ്റ്. ഓക്കെ, ഇനി എക്സ്ട്രാ എന്താണെന്നുള്ളത് നോക്കാം. ചില റിപ്പോർട്ടും പബ്ലിക്കേഷനും വരും. അതിനകത്ത് എല്ലാ റിപ്പോർട്ടും പബ്ലിക്കേഷനും നമ്മൾ കയറി വായിക്കാൻ നിൽക്കണം. നമുക്കിപ്പോൾ ഒരു ഡിഫൻസിൻ്റെ കാര്യം അറിയണം, നമുക്ക് വേണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ വെബ്സൈറ്റിൽ കയറാം, അല്ലെങ്കിൽ ജൽശക്തി മിനിസ്ട്രി കയറിയാൽ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അറിയാം. പക്ഷെ എല്ലാം വേണോ? 1000കണക്കിന് റിപ്പോർട്ട് ഉണ്ട് അതിനകത്ത്, എല്ലാം പഠിക്കണ്ട. ചില റിപ്പോർട്ടുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ, എല്ലാ റിപ്പോർട്ടും എനിക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയുകയാണ് നമ്മുടെ ബഡ്ജറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ലൈഫിനെ എല്ലാം ബാധിക്കുന്നതാണ്. നമുക്ക് എക്കണോമിക് സർവേ ബഡ്ജറ്റിന് മുമ്പ് വരും. ആദ്യം ഇത് 2 വോളിയത്തിലായിരുന്നു, പിന്നെ ഒറ്റ വോളിയമായി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 10-300 പേജൊക്കെയുള്ള റിപ്പോർട്ടുകളാണ്. ഇത് ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങൾ ആ റിപ്പോർട്ട് ഒറിജിനൽ മേടിച്ചിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ബ്രീഫ് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൻ്റെ ജിസ്റ്റ് പഠിച്ചാലും മതി. മേജർ കാര്യങ്ങൾ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇതിൻ്റെ ക്ലാസ്സുകളുണ്ടോ, നമുക്കിവിടെ ക്ലാസ് ഉണ്ടോ, അത് പഠിച്ചാലും മതി. പക്ഷേ ഇത് കവർ ചെയ്യണം. പിന്നെ ARC റിപ്പോർട്ടുണ്ട്. ARC എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ. ഇതിൻ്റെ ചില ഫുള്ള് റിപ്പോർട്ട് പഠിക്കണമെന്നല്ല, ഞാനൊക്കെ ഇത് വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സെലക്റ്റഡ് ടോപ്പിക്, എത്തിക്സിന് അല്ലെങ്കിൽ ടെററിസത്തിന് റിലേറ്റഡ് ആയിട്ടൊക്കെ
ഇൻസർജൻസിക്ക് റിലേറ്റഡ് ടോപ്പിക്കുകളുണ്ട്. അതാത് ടോപ്പിക്ക് അവിടെ നിന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നിതി ആയോഗിൻ്റെ എല്ലാ റിപ്പോർട്ടും അല്ല, ചില റിപ്പോർട്ട്സ്, ചില റാങ്കിങ്സ് നമുക്ക് ആവശ്യമാണ്. മിനിസ്ട്രിയുടെ റിപ്പോർട്ടുകൾ, ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ഫോറസ്റ്റ് സർവേ ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ്. ഇത് മൊത്തം പഠിക്കണോ? വേണ്ട. കാട്ടിനകത്ത് നടക്കുന്ന എല്ലാം അറിയണ്ട, ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ചില റിപ്പോർട്ട്സ് നമ്മൾ സെലക്റ്റീവായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഇതിനകത്ത് ഒട്ടും വിട്ടുകൂടാത്ത 2 ബഡ്ജറ്റ് എക്കണോമിക്സ് അറിയാം. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇയർ ബുക്ക് എന്ന് പറഞ്ഞ സാധനം, നമ്മുടെ മനോരമ ഇയർ ബുക്ക് പോലെ വരും. ഇതൊരു വലിയ ബുക്കാണ്, ഇത്രയുള്ള. അതും എല്ലാം പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ ടീച്ചേഴ്സ് ചിലപ്പോൾ പറയും ഇന്ന പേജ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ഓവർലാപ്പാണ്, മനസ്സിലാക്കണം. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇറങ്ങിയ ദിവസം ഒരു 5 ദിവസത്തേക്ക് നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ മൊത്തം ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളായിരിക്കും. ഇതേ സാധനമായിരിക്കും നിങ്ങളുടെ കറണ്ട് അഫയർ മാഗസിനിൽ വരുന്നത്. ഇതിൻ്റെ കുറച്ച് സാധനം എവിടെയും വരും, ഇന്ത്യ ഇയർ ബുക്കിലും വരും. എല്ലാം കൂടെ ചെയ്യേണ്ട എന്നുള്ളത് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നിങ്ങളങ്ങ് ചെയ്തു പോയാൽ മതി. ഒരു ദിവസം നിങ്ങൾ എന്തെങ്കിലും വിട്ടു പോയാലും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എന്ത് പറ്റും, എവിടുന്നെങ്കിലും നിങ്ങളുടെ കറണ്ട് അഫയർ അത് കവറായി പോകും. അപ്പോൾ അങ്ങനെ ടെൻഷൻ വേണ്ട. പിന്നെ ഈ 2 പബ്ലിക്കേഷൻസും പണ്ടേ ഈ നിങ്ങൾ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലൊക്കെ പറയും യോജനയും കുരുക്ഷേത്രയും. എന്തിനാ ഈ യോജനയും കുരുക്ഷേത്രയും പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് എഴുതുന്നത് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസും ഇതിനകത്ത് എഴുതാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു തീം നോക്കിയേ, ഇപ്പോൾ ഒരു മാസത്തെ കുരുക്ഷേത്രയുടെ യോജന എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഓരോ തീമുകളിൽ ഇത് ഇറങ്ങും. ഇപ്പോൾ ചില തീമുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഒരു തീമാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ കൾച്ചറിൻ്റെ ഒരു തീം ഇറങ്ങി. ഇതിനകത്ത് കുറേ ഒരിത്തിരി റെയറായ അടിപൊളി കണ്ടൻറ്റ് ചിലപ്പോൾ ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഇത് വായിക്കാൻ പറയുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ ഈ പ്രയോറിറ്റി കഴിഞ്ഞ് ചെയ്ത് വെക്കും, നല്ലതാണ്. കുരുക്ഷേത്രം നല്ലതാണ്. പക്ഷേ കുരുക്ഷേത്രം ഞാൻ എന്ത് ചെയ്യും, വേണ്ടെന്നൊക്കെ പറയും. ഇതിനകത്ത് ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയ സാധനങ്ങൾ ഇതൊക്കെ കൂടുതൽ നിങ്ങൾക്ക് വേണം സെലക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇത് കൂടുതൽ അഗ്രികൾച്ചറൽ ഓപ്ഷനിലൊക്കെ എടുക്കുന്നവർ നോക്കിയാൽ മതി. അല്ലാത്തവർക്ക് നോക്കുന്നതുകൊണ്ട് മോശമല്ല, പക്ഷേ എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല. ഇപ്പം നമ്മൾ ചില ടോപ്പേഴ്സൊക്കെ പണ്ട് ഞങ്ങളുടെ കാലത്തൊക്കെ ഓൾ ഇന്ത്യ റാങ്ക് അല്ല, ഓൾ ഇന്ത്യ റേഡിയോയുടെ 9 മണിക്കൊക്കെ വരുന്ന ചെറിയൊരു ഇതുണ്ട്, അത് കേൾക്കാറുണ്ട്, അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് പഠിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത് വായിക്കാം. ഇപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഈ കറണ്ട് അഫയർ മാഗസിൻ എല്ലാ ദിവസവും 3 പേജ് പഠിക്കുന്ന പോലെ ഇതൊരു 60 പേജൊക്കെ കാണും. 2 പേജോ 1 പേജോ ദിവസം പഠിക്കും. ചിലരെന്ത് ചെയ്യും, ഇത് ആദ്യം ഒന്നും പഠിക്കത്തില്ല, ഇതൊരു 2 മാസത്തേക്ക് വെച്ചിരുന്നിട്ട് ഒരുമിച്ചിരുന്ന് വായിച്ചു ചേർക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നല്ലൊരു ബുക്കാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇത് പഠിക്കണമെന്ന് നിർബന്ധമൊന്നും എന്ത് പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. ഇനി ഗൂഗിള്, പക്ഷേ ഇവിടെ എന്താ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഒതൻറ്റിക്കേറ്റ് ചെയ്യാത്ത സൈറ്റുകളിൽ പോരുത്. ചാറ്റ് GPT ചോദിച്ചാൽ ചാറ്റ് GPT ഒത്തിരി അധികം മണ്ടത്തരങ്ങൾ ആർക്ക് പറയും, UPSC റിലേറ്റഡ്. കാരണം സാധാരണ ജനങ്ങൾക്ക് വേണ്ടതല്ല, നമുക്ക് കുറച്ചുകൂടെ റിഫൈൻഡ് ഇൻഫർമേഷൻ ഉണ്ട്. ഞാൻ ചാറ്റ് GPT ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അപ്പം ഗൂഗിളിനെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നല്ലൊരു സോഴ്സാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് വെച്ചാൽ, വായിക്കേണ്ടത് എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ ഏകദേശം ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് എന്ത് വേണം, പ്രാക്ടീസ്. ഇതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡെയിലി 5 ക്വസ്റ്റ്യൻ ചെയ്യുക. 5 ക്വസ്റ്റ്യൻ MCQ ആണ്, 5 എണ്ണം. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി 5 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ചെറിയ ടാസ്ക് അല്ലേ, ഡെയിലി 5 എണ്ണേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു മാസം ആകുമ്പോൾ 150 ചോദ്യമായി, ഒരു വർഷം ആകുമ്പോൾ 1800ഓളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, കറണ്ട് അഫയറിന് മാത്രം. അപ്പോൾ നിങ്ങൾ വളരെ വലിയ എഡ്ജ്, ഇത് പറയുന്നതിനെക്കാട്ടി വലിയ എഡ്ജാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ വായിച്ചെന്ന് വെച്ചോ, എന്നിട്ട് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഇവിടുന്ന് വരുവാണെങ്കിൽ ഇവിടുന്ന് ചിലപ്പോൾ തരും, എവിടെ നിന്നാണെങ്കിലും ഒരു 5. ഇപ്പോൾ ചില ടെലിഗ്രാം ചാനലിൽ പോൾ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ വരും ക്വസ്റ്റ്യൻസ്. എവിടെ നിന്നാണെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പം നിങ്ങൾ സപ്പോസ് ഒരു ദിവസം ന്യൂസ് പേപ്പർ വായിച്ചത്, ഇപ്പോൾ റൗസിൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ ഇല്ല, അതിൽ നിന്നാണ് നിങ്ങൾ ന്യൂസ് വായിച്ചത്, അതിലെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി ഡെയിലി 5 ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും, ഈ 5 ക്വസ്റ്റ്യൻ നിന്ന് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഹിന്ദു വായിച്ചിട്ട് പോയി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ MCQ സോൾവ് ചെയ്തെന്ന് വെച്ചോ, അതിൻ്റെ ഗുണം വെച്ചാൽ അവർ ചിലപ്പോൾ ഹിന്ദുവിൽ നിന്നായിരിക്കില്ല ക്വസ്റ്റ്യൻ സോഴ്സ് ചെയ്ത്, ചിലപ്പോൾ PIB എന്നായിരിക്കും, പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അവർ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പം നിങ്ങൾ വായിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചിലപ്പോൾ കിട്ടും. എങ്ങനെ, ഈ ഡെയിലി MCQ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഹിന്ദു വായിച്ചു, 5 ക്വസ്റ്റ്യൻ വന്ന് 3 എണ്ണം നിങ്ങൾ ശരിയാക്കി, 2 എണ്ണം നിങ്ങൾക്ക് അറിയില്ല, പുതിയ ഇൻഫർമേഷൻ കിട്ടുകയാണ്, നിങ്ങൾക്ക് നോട്ടിൽ വേണമെങ്കിൽ സൈഡിൽ ജോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ ഇത് നിർബന്ധം കേട്ടോ, ഡെയിലി 5 ക്വസ്റ്റ്യൻ, അതായത് ഡെയിലി കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ന്യൂസ് പേപ്പർ മര്യാദയ്ക്ക് വായിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 3 വരെ നമുക്ക് ആവറേജ് കിട്ടും, പിന്നെ നമ്മളത് കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെയും ഇത് തന്നെ, കറണ്ട് അഫെയർ യു ഷുഡ് റീഡ്, യു ഷുഡ് റിവൈസ് ആൻഡ് യു ഷുഡ് റീപ്രൊഡ്യൂസ്. ഇനി എൻ്റെ ഫൈനൽ സജഷൻ, കുറേ സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഫൈനൽ സജഷൻ നിങ്ങളോട് പറയുന്നത്, ഒറ്റ ന്യൂസ് പേപ്പർ, ഒറ്റ കറണ്ട് അഫെയർ മാഗസിൻ, ഗവൺമെൻറ് റിപ്പോർട്ട് വളരെ സെലക്റ്റീവായിട്ട് വായിക്കുക. കുരുക്ഷേത്ര യോജന ഫുള്ള് വായിക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല. സെലക്റ്റീവായിട്ട് ഏതെങ്കിലും ഒരു എഡിഷൻ നല്ലതാണെങ്കിൽ, ഏതെങ്കിലും ഒരു നല്ല തീമാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഒരു മാസത്തെ കുരുക്ഷേത്രത്തിൽ ഇന്ന ടോപ്പിക്, ഇന്ന ആർട്ടിക്കിൾ മാത്രമാണെങ്കിൽ അത് ഞാൻ മാർക്ക് ചെയ്ത് തരാം.
അപ്പം ഐ വിൽ ഡു ദാറ്റ് ഫോർ യു, നിങ്ങൾ ചിന്തിക്കേണ്ട. പിന്നെ ഡെയിലി ഒരു 5 MCQ, ഇതാണ് നിങ്ങളുടെ കറണ്ട് അഫെയറിൻ്റെ ഒപ്റ്റിം. ഇതിനെക്കാട്ടി അപ്പുറത്ത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി, സയൻസ് റിപ്പോർട്ടർ, ഫോറിൻ അഫെയർസിൻ്റെ ഒരു ലോഡ് മാഗസിനുകൾ എല്ലാം ഉണ്ട്. എല്ലാം നല്ലതുമാണ്. ചില ടോപ്പേഴ്സ് EPWയിലെ ആർട്ടിക്കിൾസ് എടുത്ത് പറയും. പക്ഷേ ഇതെല്ലാം കൂടെ നിങ്ങൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അഗെയിൻ പ്രശ്നമാവും, പ്രയോറിറ്റിയിലെ കേസിൽ പ്രശ്നമാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്ത് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചോളാം, ഞാൻ ആ മെറ്റീരിയൽ തരാം. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഞാൻ ഹിന്ദു മാത്രമായിരിക്കില്ല, ഇതിൽ നിന്നെല്ലാം കൂടെ എടുത്തിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ നോക്കണ്ട, ഞാൻ കറണ്ട് അഫെയർ ഫാക്കൽറ്റി ആണല്ലോ, ഇത് നോക്കിക്കോളാം. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ പറയാം, ഇത് നിങ്ങൾ വായിച്ചിട്ട് വരണം, ഇതിലൊന്നും തൊടണ്ട. ഇപ്പോൾ ഇതെൻ്റെ സജഷനാണ്, ഇത്രയും കാര്യം നിങ്ങൾ ചെയ്യുക. ഓക്കെ.